നമുക്ക് വായിക്കുവാനായി സാധിക്കും. അവൻ പത്രോസ് യേശുവിന്റെ പ്രിയ ശിഷ്യനായിരുന്നു. യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യനായിരുന്നു പത്രോസ്. എന്നാൽ തന്റെ ആത്മീക ജീവിതത്തിൽ അവൻ തങ്ങളുടെ ശുശ്രൂഷയുടെ കാലഘട്ടത്തിന്റെ ഇടയിൽ താൻ കാരാഗ്രഹത്തിൽ അകപ്പെട്ടു പോകുവാനിടയായി തീർന്നു. എന്തിന്? അവൻ സ്വർഗത്തിൽ നിന്ന് ദൂതനിറങ്ങി അവനെ വിളിച്ചു. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, അവൻ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്തു തരുവാൻ കഴിയത്തില്ല, നമുക്ക് ചെയ്തെടുക്കുവാൻ കഴിയില്ല എന്ന് സ്വയം വിശ്വസിക്കുന്ന പ്രശ്നങ്ങളുടെ മേൽ എന്റെ ദൂതൻ ഇറങ്ങുവാനിടയായി തീരും. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ പ്രത്യേകതയാണ് കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ നിനക്ക് ചെയ്തെടുക്കുവാൻ കഴിയാത്തതിനെ, അവൻ ലോകത്തിന് ചെയ്തെടുക്കുവാൻ കഴിയാത്തതിനെ, വൃത്തങ്ങൾക്ക് ചെയ്തെടുക്കുവാൻ കഴിയാത്തതിനെ, അവൻ ലോകത്തിന്റെ വൈദ്യശാസ്ത്രത്തിന് ചെയ്തെടുക്കുവാൻ കഴിയാത്തതിനെ ഏതെങ്കിലും കാരാഗ്രഹങ്ങൾ ഈ പകൽക്കാലം നിന്നെ പൂട്ടിയിട്ടിരിക്കുകയെങ്കിൽ ഞാൻ വിളിച്ചു പറയാം, ഈ പകൽക്കാലം നിന്റെ ജീവിതത്തിന്റെ മേൽ ദൂതനിറങ്ങാൻ പോവുകയാ. അവൻ പകൽക്കാലം നിന്റെ ബന്ധനത്തിന്റെ മേൽ ദൂതനിറങ്ങാൻ പോവുകയാ. അവൻ ദൂതനിറങ്ങിയാൽ വെറുതെ പോകത്തില്ല. അത് കാര്യം സാധിപ്പിച്ചിട്ടല്ലാതെ അവൻ ദൂതൻ മടങ്ങി പോകത്തില്ല. ആ ദൂതന്റെ പേരത്രേ വചന കരങ്ങളെ ഏൽപ്പിച്ച് ദൈവത്തിന് നല്ല മഹത്വം കൊടുത്തിട്ട് പറ, എന്റെ ജീവിതത്തിന്റെ മേൽ പരിശുദ്ധയാത്മാവേ ദൂതനെ അയക്കണമേ. പ്രസംഗത്തിന്റെ നടുവിലൂടെ, വചനഭാഗത്തിന്റെ നടുവിലൂടെ ഈ പകൽക്കാലം എന്റെ മുമ്പിൽ ദൂതനെ ഇറക്കണമേ എന്ന് പറയുന്ന ജനമാനങ്ങളെ തുടർന്ന് ഈ വചനത്തിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാതലായിട്ടുള്ള ഭാഗം ഇതാണ്: നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാത്തതിനെ ദൂതൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. അവൻ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് പലതും ചെയ്തെടുക്കുവാൻ കഴിയും. എന്നാൽ ചെയ്തെടുക്കുവാൻ കഴിയാത്ത എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ദൈവം നിനക്ക് വേണ്ടി ചെയ്തു തരും. അത് അവൻ സ്തോത്രം നമുക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. നമുക്കൊന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ദൈവത്തിന് വേണ്ടി ശുശ്രൂഷിക്കുന്ന എന്റെയും നിന്റെയും ജീവിതത്തിൽ എന്റെ ദൈവം ദൂതനെ ഇറക്കുവാനിടയായിത്തീരും. അവൻ നേരത്തെ വർഷത്തിന്റെ ഇടയിൽ ഒഴിവ് പറഞ്ഞതുപോലെ അവൻ സ്വന്തം യേശുവും ശിഷ്യന്മാരും വള്ളത്തിൽ കയറി അക്കരെ പോകുമ്പോൾ അവൻ സ്വന്തം തിരമാലകൾ ആ വള്ളത്തിലേക്ക് ആഞ്ഞടിക്കുവാൻ തുടങ്ങി. അവൻ സ്വന്തം നാസ്തികയായിരുന്നു. ഇന്നലെ അവർ തിര കാണാത്തവരല്ലായിരുന്നു, അവർ കണ്ടിട്ടില്ലാത്ത തിരയില്ല. അവർ മുക്കുവരായിരുന്നു. അവർക്ക് കടലിനെ കുറിച്ച് നന്നായിട്ട് അറിയാം, അതിനകത്ത് എന്തെല്ലാം സംഭവിക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എന്നാൽ അവൻ സ്തോത്രം യേശുവും ശിഷ്യന്മാരും അക്കരെ കടന്നപ്പോൾ അന്ന് വരെ കാണാത്ത തിരമാല അവൻ ജീവിതത്തിനകത്തേക്ക് അല്ലെങ്കിൽ പടകിനകത്തേക്ക് തള്ളിക്കയറുവാനിടയായി തീർന്നു. അവൻ സ്തോത്രം ഇന്നലെ വരെ അവർ കണ്ടിട്ടുള്ളത് പോലത്തെ തിരമാല അല്ലായിരുന്നു അന്ന് കയറി വന്നത്. അന്ന് വരെ കണ്ടിട്ടുള്ള കാറ്റ് പോലെ അല്ലായിരുന്നു ആ പടകിലേക്ക് തള്ളി കയറിയത്. അവൻ സ്തോത്രം എന്നാൽ ഞാൻ പരിശുദ്ധയാത്മാവിൽ നിങ്ങളോടൊരു ദൂത് വിളിച്ചു പറയാം. ദൂതിനാണ് കുഞ്ഞെ, നീ ഇന്നലെ കാണാത്ത പ്രശ്നങ്ങളാണ് നിന്റെ കൺമുമ്പിൽ ഉയർന്നു നിൽക്കുന്നതെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, അവന്റെ ഒരു ദൈവ പ്രവൃത്തി കാണാൻ പോവുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിങ്ങൾ ചോദിച്ചത് കർത്താവേ, എന്താ എന്റെ ജീവിതത്തിൽ ഈ പ്രശ്നം? ഇന്നലെ വരെ ഇല്ലാത്ത പ്രശ്നം എന്റെ ജീവിതത്തിൽ ഇന്ന് വെളിപ്പെട്ട് വരുന്നത്. പക്ഷെ സ്വർഗമില്ല. ഇന്നലെ വരെ കാണാത്ത പ്രതികൂലം നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടെങ്കിൽ ഇന്നലെ വരെ കാണാത്ത ഒരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ പരിശുദ്ധയാത്മാവ് വെളിപ്പെടുത്താൻ പോകുന്നതെന്ന് ദൈവം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അവൻ ഇന്നലെ വരെ ശിഷ്യന്മാർ സ്വന്തം പ്രയത്നം കൊണ്ട് പിടിച്ചു നിർത്തിയിട്ടുണ്ട് വള്ളത്തെ. സ്വന്തം പ്രയത്നം കൊണ്ട് ജീവൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ജീവൻ നഷ്ടപ്പെടുമോ എന്ന് ചിന്തിക്കുമാറ് അവൻ യേശുവേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിക്കത്തക്ക നിലവാരത്തിലുള്ള പ്രശ്നങ്ങൾ അവന്റെ ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിൽ തിരതള്ളി കയറും പോലെ തള്ളി കയറിയ
ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തവരല്ല നമ്മളിവിടെ ഇരിക്കുന്നത്. ഇല്ലാത്തവരല്ല നമ്മൾ ഇതിനകത്തിരിക്കുന്നത്. പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിലൂടെ തന്നെ നമ്മുടെ യാത്ര. വള്ളത്തിലിരിക്കുന്ന ശിഷ്യന്മാരെ ഒന്ന് നോക്കിക്കേ. അവൻ സ്തോത്രം, അവർ കടലിലൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ അവൻ തീരെ ഇല്ലാത്ത ഒരു സ്ഥലത്തൂടെ അല്ല പോയത്. അവൻ സ്തോത്രം തിര വന്നും പോയും തന്നെ നിന്നത്. എന്നാൽ ഞാൻ വിളിച്ചു പറയട്ടെ, അവൻ തിര വലുതാകുമ്പോൾ നീ ക്രിസ്തുവിനെ അവൻ സ്തുതിച്ചു കൊണ്ടിരിക്കുക. പ്രശ്നം വലുതാകുമ്പോൾ നമ്മൾ ആത്മാവിൽ ജാഗരിച്ചു കൊണ്ടിരിക്കുക. പ്രതികൂലങ്ങൾ വലുതാകുമ്പോൾ നമ്മുടെ കരമടി വർദ്ധിച്ചു വരട്ടെ. അവൻ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതോറ് നമ്മുടെ ആരാധന ഉയരട്ടെ. അവൻ ജീവൻ പ്രാണൻ നഷ്ടപ്പെടുമെന്നുള്ള സാഹചര്യത്തിൽ നീ വിളിച്ചു പറയണമില്ല. അവൻ എന്റെ കാൽ കല്ലിൽ തട്ടി പോകാതെ കൊണ്ട് എന്നെ സൂക്ഷിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് പറയാൻ നിനക്ക് കഴിഞ്ഞ കുഞ്ഞെ നീ ജയാളിയായി മാറും. തട്ടിപ്പോകാതെ വണ്ണം എന്ന് വെച്ചാ അവൻ സ്തോത്രം കല്ലുകൊണ്ട് നിനക്ക് കാലുകൊണ്ട്, പക്ഷെ തട്ടണ്ടേ എന്ന് വിചാരിക്കേണ്ടതിന്റെ സ്വർഗം. പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ ഒത്തിരി നിന്നെ കടന്നു വരുന്നത്, പക്ഷേ അതിന് നീ വീഴണ്ടേ എന്ന് ആലോചിക്കുന്നത് എന്റെ സ്വർഗമാണ്. എന്നാൽ ഞാൻ വിളിച്ചു പറയാം, അവൻ യേശുവുള്ള പടരംഗത്ത് യേശുവിന്റെ കൂടെ നിൽക്കുന്ന ശിഷ്യന്മാരെ നോക്കിയിട്ട് അവൻ ശിഷ്യന്മാർക്ക് നമ്മോട് ദൂത് വിളിച്ച് പറയാനുണ്ട്, മക്കളെ, അവൻ ഇനി ആരെല്ലാം നിനക്കെതിരായി പ്രതികൂലങ്ങളെ അഴിച്ചുവിട്ടാലോ അത് നിന്നെ കൊല്ലുമെന്നും നിന്നെ മുക്കി കളയുമെന്ന് നിന്റെ മുമ്പിൽ നെഞ്ചുവിളിച്ചു നിന്നാലെ വിളിച്ചു പറയാ, പുതിയൊരു അത്ഭുതത്തിന്റെ താക്കോൽ നിന്റെ കയ്യിൽ തരാൻ വേണ്ടിയാ. ഞാൻ എപ്പോഴും പറയാനുള്ള ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയട്ടെ. അവൻ സ്തോത്രം, നിന്റെ ജീവിതത്തിൽ പ്രതികൂലം സംഭവിക്കുന്നത് നാശത്തിനല്ല. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച പ്രതികൂലങ്ങൾ നാശത്തിനാണെന്ന് പറയാൻ കഴിയുമോ? ഒരിക്കലും നിങ്ങൾക്ക് പറയാൻ കഴിയത്തില്ല. കാരണം ഞങ്ങൾ ഒന്നടങ്കം ആരാധിക്കുന്ന ദൈവം നിന്നെ നാശത്തിനല്ല കൊണ്ടുപോകുന്നത്, നിന്റെ ക്ഷേമത്തിന് വേണ്ടിയാണ്. എന്റെ ദൈവം എന്റെയും നിങ്ങളുടെയും ക്ഷേമമാണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ നല്ല വശങ്ങളെയാണ് എന്റെ ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പക്ഷേ അതിന്റെ നടുവിൽ ഞാൻ പ്രശ്നം അനുഭവിക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? നീ ദൈവത്തിൽ അടിയുറക്കാനുള്ള മുഖാന്തരങ്ങളാണ് ഞാൻ നിങ്ങളും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. ഇന്നുവരെ നീ അനുഭവിച്ച പ്രശ്നങ്ങൾ നിന്നെ കൊന്നു കളഞ്ഞില്ല എങ്കിൽ, ഇന്നുവരെ നീ അനുഭവിച്ച വേദന നിന്നെ തീർത്ത് കളഞ്ഞില്ല എങ്കിൽ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നീ അല്പം കൂടെ വളർന്ന അതിന്റെ സാര, നീ അല്പം കൂടെ ഒരു പടി കൂടെ നീ മുന്നേറി എന്നുള്ളതാണ് അതിന്റെ സാര. അവൻ പിശാചിന് നിന്നെ തൊടുവാൻ കഴിയത്തില്ല. യേശു പറഞ്ഞു, ഈ ലോകത്തിന്റെ പ്രഭുവായിരുന്നു, അവൻ എന്നോട് ഒരു കാര്യവും ഇല്ല. അവൻ എന്നോട് ഒരു കാര്യമില്ല. നമ്മൾ പറയാനുള്ളത്, അയ്യോ പക്ഷേ എന്റെ ജീവിതത്തിൽ പിശാച് പോരാടിയത്, അവൻ എന്റെ ജീവിതത്തിൽ അയൽവക്കക്കാരൻ പോരാടിയെന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ ദൈവത്തിൽ പ്രത്യാശിക്കുന്ന ദൈവജനം വിളിച്ചു പറയില്ല. അവൻ സ്തോത്രം, എന്റെ കഷ്ടതയുടെ നടുവിൽ, എന്റെ വേദനയുടെ നടുവിൽ, എന്റെ നിരാശയുടെ നടുവിൽ, എന്റെ ബുദ്ധിമുട്ടിന്റെ നടുവിൽ ഞാൻ ഒരു പടി കൂടെ വളർന്ന് കയറുകയായിരുന്നു, ഒരു പടി കൂടെ ഞാൻ കഴിച്ചു വളരുകയായിരുന്നു. അവൻ സ്തോത്രം, നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നോക്കിയിട്ട് നീ പറയരുത്, അവൻ ഞാൻ നശിക്കാൻ പോകുന്നുവെന്ന് നീ പറയണില്ല, ഞാൻ വീണ്ടും വളരാൻ പോവുകയാണ്. അവൻ സ്തോത്രം, ദൈവത്തിന് നമ്മെ കുറിച്ച് വലിയൊരു പദ്ധതി എന്റെ ദൈവം വെച്ചിട്ടുണ്ട്. അവൻ സ്തോത്രം, ദൈവത്തിന് നമ്മെ കുറിച്ച് വലിയൊരു പദ്ധതി വെച്ചിട്ടുണ്ട്. ആ പദ്ധതിയെ തീർക്കാതെ, എന്റെ ദൈവത്തിന്റെ പ്ലാനിനെ അവസാനിക്കാതെ നിന്നെയും എന്റെയും ദൈവം ഈ ഭൂലോകത്ത് വിളിക്കത്തില്ല എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവരാണ് ഞാൻ. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മുടെ എല്ലാം ഭയം എന്ന് പറയുന്നത്, അയ്യോ ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് നശിച്ചു പോകുക, ഈ പ്രതികൂലത്തിന്റെ നടുവിൽ എങ്ങനെ പിടിച്ചു നിൽക്കുവാൻ കഴിയുക, ഈ പ്രശ്നത്തിന്റെ നടുവിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ, ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. പക്ഷേ അവൻ സ്തോത്രം, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, ഇല്ലേ
ദൈവത്തിന് എന്നെ കുറിച്ച്, നിങ്ങളെ കുറിച്ച് ദൈവത്തിന് വലിയൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ തീരാതെ എന്റെ സ്വർഗം മടക്കി വിളിക്കത്തില്ല. ഹല്ലേലൂയ. അവൻ സ്തോത്രം. എന്തുകൊണ്ട് ഈ പത്രോസിനെ തടവിലാക്കി എന്ന് ചോദിച്ചാൽ, അവൻ സ്തോത്രം ഒരു കൂട്ടത്തെ പിടിച്ചു എന്നുള്ളത് ആര് കണ്ടെന്നറിയാമോ? പിശാച് കണ്ടു. ഹല്ലേലൂയ. അവൻ സ്തോത്രം. അവൻ പത്രോസ് നടന്നു പോകുമ്പോൾ അവിടെ ഇപ്രകാരമാണ് വായിക്കുന്നത്. അവൻ സ്തോത്രം. അവന്റെ നിഴലെങ്കിലും ഒന്ന് തട്ടിയാൽ മതി, അവൻ രോഗ സൗഖ്യം വരുമെന്ന് അവൻ സ്തോത്രം മനസ്സിലാക്കിയ ജനം രോഗികളെ ആ വഴിവക്കിൽ കൊണ്ട് കിടത്തുവാൻ തുടങ്ങി. അവൻ സ്തോത്രം. ഇതിനകത്ത് നീ അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിന്റെ ഏറ്റവും വലിയ കാര്യം എന്തെന്നറിയാമോ? നിനക്ക് ദൈവത്തിൽ അടിയുറച്ച് വിശ്വാസം വർദ്ധിക്കുമെന്നുള്ളത്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ വിശ്വാസം വളരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് അവൻ നീ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ. വിശ്വാസമില്ലാത്തവന് ഒരു കുഴപ്പവുമില്ല, വിശ്വാസമില്ലാത്തവന് ഒരു പ്രോബ്ലവും ഇല്ല. പക്ഷെ വിശ്വാസം പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ദൈവമേ, ഈ ആരാധിക്കുന്ന കൂട്ടത്തിന് മാത്രമാണല്ലോ ഈ പ്രശ്നം, ഈ ആരാധിക്കുന്ന കൂട്ടത്തിന് മാത്രമാണല്ലോ ഇത്രയും അവൻ സ്തോത്രം അവൻ പ്രതികൂലങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നത്. അവൻ സ്തോത്രം. പരിശുദ്ധയാത്മാവ് എന്നോട് പറഞ്ഞു, കുഞ്ഞെ, ആ വരുന്നതിന്റെ കാര്യം എന്തെന്നറിയാമോ? നിന്റെ മേൽ വരുന്ന വിശ്വാസത്തെ അവൻ നീ തന്നെ തകർത്ത് കളയാൻ വേണ്ടിയാ. എന്നാൽ ഞാൻ വിളിച്ചു പറയാം, പ്രതികൂലങ്ങളുടെ നടുവിലും നിനക്ക് അവൻ ദൈവത്തെ വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ നീ എന്നും കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വരത്തില്ല. ഹലോ. എന്നും നീ കാരാഗ്രഹത്തിൽ അടഞ്ഞു പോകേണ്ടി വരത്തില്ല. കാരാഗ്രഹത്തിന്റെ പൂട്ട് എന്നും നിന്റെ മുമ്പിൽ സ്ട്രോങ് ആയി നിൽക്കത്തില്ല. കാരാഗ്രഹത്തിന്റെ വാതിൽ എന്നും നിന്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കത്തില്ല. അവൻ എല്ലാ കുന്നുകളും താഴ്വരയായി മാറുമെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, വിശ്വസിക്കുന്ന നിന്റെ മുമ്പിൽ അല്പനിമിഷങ്ങൾ നിങ്ങൾ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലോ നിങ്ങൾ സന്തോഷിക്കോ, നിങ്ങൾ സന്തോഷിക്കോ, നിങ്ങൾ സന്തോഷിക്കോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പത്രോസേ, നീ എന്ത് തെറ്റ് ചെയ്തിട്ടാ കാരാഗ്രഹത്തിലായത്? പത്രോസ് പറയും, എന്റെ നിഴലിന്മേൽ അവൻ സ്തോത്രം ഒരു അഭിഷേകം വ്യാപരിക്കുന്നത് അവൻ ലോകക്കാർ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. എന്റെ നിഴലിന്റെ മേൽ ഒരു അഭിഷേകം വ്യാപരിക്കുന്നത് ലോകം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. അവൻ സ്തോത്രം ഞാൻ പ്രശ്നത്തിൽ അകപ്പെട്ടത്. എന്റെ അഭിഷേകത്തിന്റെ മേൽ ഇന്നലകളിൽ പിശാച് കെട്ടിവെച്ച അവൻ ചില കെട്ടുകളെ എന്റെ നിഴല് കൊണ്ട് പൊട്ടിക്കാൻ കഴിയുമെങ്കിൽ അതാ പിശാചിന് അവൻ ഇഷ്ടപ്പെടാതെ പോകുന്നത്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ഇതേ ശക്തി നിന്റെ നിഴലിന്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. തിരിച്ചറിയുന്ന ദൈവജനമുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞതുപോലെ എന്റെ നിഴലിന്റെ മേൽ അത് വ്യാപരിക്കുന്നുണ്ട്. ചില രോഗികളെ സൗഖ്യമാക്കുന്ന ശക്തി യേശുവിനല്ല ഇത്ര പ്രശ്നം. യേശു മനസ്സിൽ ചിന്തിച്ചത് അവിടെ സൗഖ്യമായി വ്യാപരിച്ചതല്ലേ? അവൻ യേശു മനസ്സിൽ ചിന്തിച്ചത് അവിടെ സൗഖ്യമായി വെളിപ്പെട്ടതല്ലേ? യേശുവിൽ വന്ന പ്രതികൂലം വിളിച്ചതല്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം. ദൈവം നമ്മെ വിളിച്ചെഴുതല്ലാത്തത് കൊണ്ടാണ് ഈ പ്രതികൂലം. ദൈവം നമ്മെ വിളിച്ച വിളി പരമവിളിയായത് കൊണ്ടാണ് ഈ പ്രശ്നം. പക്ഷെ ദൈവം വന്നിട്ട് പറയാനുള്ളത്, ഈ പരമവിളിക്കകത്ത് തന്നെ നിന്നെ നിർത്തി ജയിപ്പിച്ചിട്ട് എന്ന സ്വരം വിടത്തും. അവൻ നിഴൽ തട്ടി രോഗി സൗഖ്യമായപ്പോൾ പിശാച് പറഞ്ഞു, ഇനി ഇവരെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. അവൻ ഇവിടെ ഇങ്ങനെ നടക്കുന്നതാണ് പ്രശ്നം, ഇങ്ങനെ ഉലാത്തുന്നതാണ് പ്രശ്നം. അവരെ പിടിച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കുക. പിശാചിന്റെ ചിന്ത എന്തെന്നറിയാമോ? എവരെ പിടിച്ച് കാരാഗ്രഹത്തിൽ അടച്ചാൽ തീരുന്നതേ ഉള്ളൂ എന്ന ദൈവത്തിന്റെ പ്രവൃത്തി എന്ന പിശാച് വിചാരിച്ചിരിക്കുന്നത്. ഹലോ. അവൻ ലോക സംഭവങ്ങൾ നമ്മോട് വിളിച്ചു പറയുന്നത്, ആഫ്രിക്കയിൽ 1000 കൊന്നു, മറ്റു രാജ്യങ്ങളിൽ പല ദൈവമക്കളെയും കഴുത്തറുത്തിടുമ്പോ ഞാൻ ചിന്തിക്കാറുണ്ട്, ദൈവമേ, ഈ കേരളത്തിൽ വരാൻ ഒത്തിരി താമസമൊന്നുമില്ല. അവൻ സ്തോത്രം. പക്ഷേ ഞാൻ വിളിച്ചു പറയാം, അതിന്റെ
നടുവിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. അവൻ നമ്മളെല്ലാം ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ജനസമൂഹമാണ്, ഒരു ഉണർവിന് വേണ്ടി ജാഗരിക്കുന്നവരാണ്. അവൻ ഇനി ആരെല്ലാം ഉണർവില്ല ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞാല് ഞാൻ പറയും ഉണ്ടാകും. കാര്യം പാസ്റ്റർ ഇന്ന് വരെ ഉണർവ് സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ വിളിച്ചു പറയും, ഉണർവ് സംഭവിക്കാത്തതിന്റെ കാര്യം വരേണ്ടതുപോലെ ഒരു പ്രശ്നം ഞങ്ങളുടെ കേരളത്തിൽ വരാത്തത് കൊണ്ടാണ്. ഹലോ, വരേണ്ടതുപോലെ ഒരു പ്രശ്നം നെയ്യാറ്റിൻകര പട്ടണത്തിൽ വ്യാപരിക്കാത്തത് കൊണ്ടാണ് ഉണർവ് വ്യാപരിക്കാത്തത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അവൻ നിന്റെയും എന്റെയും ജീവിതത്തിൽ അവൻ നീ അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ അവൻ എന്റെ ദൈവം അത്ഭുതം ചെയ്യോ, അടയാളങ്ങളെ ചെയ്യോ, വീര്യ പ്രവർത്തികളെ ചെയ്യോ. ഈ പത്രോസിനെ പിടിച്ച് അവൻ സ്തോത്രം ആളുകളെല്ലാം കൂടെ കാരാഗ്രഹത്തിലേക്ക് അടച്ചിട്ടിട്ട് പറഞ്ഞു, ഇവൻ പുറത്തിറങ്ങിയാലല്ലേ പ്രശ്നമുള്ളൂ. അവൻ സ്തോത്രം. ഞാൻ ഇതിനകത്തുനിന്നൊരു കാര്യം പറയുക, ലോകത്തിന്റെ പ്രശ്നം നോക്കേണ്ടത് നീയാണ്. ഹല്ലേലൂയ. ലോകത്തിന്റെ പ്രശ്നത്തിന്റെ പരിഹാരത്തിനായിട്ട് സ്വർഗം നമ്മെ വിളിച്ചിരിക്കുന്നത് വിശ്വസിക്കുന്നുണ്ടോ? ലോകം നശിച്ചു പോകുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാ സ്വർഗം നമ്മെ വിളിച്ചിരിക്കുന്നത് വിശ്വസിക്കുന്നുണ്ടോ? പക്ഷെ നമുക്കൊരു പ്രശ്നം വന്നാൽ ആരുണ്ടാകും? പറഞ്ഞേ. ലോകത്തിന്റെ അവൻ പത്രോസ് നോക്കിക്കേ, പത്രോസിന്റെ നിഴൽ തട്ടിയപ്പോൾ രോഗി എന്ത് ചെയ്തു? പത്രോസിന്റെ പ്രസംഗത്തിൽ ആളുകൾ യേശുവിൽ വിശ്വസിക്കാൻ തുടങ്ങി. പക്ഷെ പത്രോസിനൊരു പ്രശ്നം വന്നപ്പോൾ ആരുണ്ടായിരുന്നു?